സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 രജിസ്ട്രേഷൻ നടത്താനുള്ള അവസാന തീയതി 12/3/2025 വൈകുന്നേരം 5 വരെയാണ്. നേരത്തെ രജിസ്ട്രേഷൻ നടത്തിയിട്ട് എൻജിനീയറിങ്ങോ ആർക്കിടെക്ചർ കോഴ്സുകളൊക്കെ രജിസ്ട്രേഷൻ നടത്തിയിട്ട് പിന്നീട് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ കൂടി ആഡ് ചെയ്യണം എന്നുള്ളവർക്കും 12/3/2025 വൈകിട്ട് 5 മണി വരെ കോഴ്സുകൾ ആഡ് ചെയ്യാവുന്നതാണ്. നിലവിൽ ഒരു കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അതായത് എൻജിനീയറിംഗ് കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും കീം വീണ്ടും എഴുതാവുന്നതാണ്. പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, വീണ്ടും കീം എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വീണ്ടും കീം എഴുതിയിട്ട് പുതിയ കോഴ്സിന് കിട്ടുകയാണെങ്കിൽ, അതായത് നല്ലൊരു കോഴ്സിന് കിട്ടുകയാണെങ്കിൽ അവർക്ക് നേരത്തെയുള്ള കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പുതിയ കോഴ്സിന് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേസമയം മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ, അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളോ ആണ് ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അവർ പുതുതായിട്ട് കീം എഴുതി അല്ലെങ്കിൽ നീറ്റ് എഴുതി പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ കോഴ്സിൽ നിന്നും വിട്ടുപോകുമ്പോൾ അർഹമായ ലിക്വിഡേറ്റഡ് ഡാമേജസ് അടയ്ക്കേണ്ടി വരും. പ്രോസ്പെക്ടസിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്, എത്രയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് അടയ്ക്കേണ്ടി വരിക എന്നുള്ളത്. 12/3/2025 വൈകിട്ട് 5 മണി വരെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ കീം ഈ വർഷം 2025 കീമിന് എൻജിനീയറിംഗ് ഫാർമസി പരീക്ഷ എഴുതാനും അതേപോലെ മറ്റു കോഴ്സുകളിലേക്ക് റിസൾട്ട് വരുമ്പോൾ, നീറ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴും അതുപോലെ ആർക്കിടെക്ചർ നാറ്റർ റിസൾട്ട് വരുമ്പോഴും അതിൻ്റെ മാർക്കും എല്ലാം എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15/3/2025 വൈകിട്ട് 5 മണി വരെ നിങ്ങളുടെ ബാക്കി സർട്ടിഫിക്കറ്റുകൾ 12/3/2025 രജിസ്ട്രേഷനാണ് നടത്തുന്നത്. 12/3/2025 വൈകിട്ട് 5 മണി വരെ രജിസ്ട്രേഷനാണ് നടത്തുന്നത്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ SSLC ബുക്ക്, അതേപോലെ ജനന തീയതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഇതിനെല്ലാം ഒറ്റ സർട്ടിഫിക്കറ്റ് മതി. അതായത് SSLC ബുക്കിൽ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ കേരളത്തിലെ ജനനസ്ഥലം ഉണ്ടെങ്കിൽ അത് മാത്രം മതി എല്ലാത്തിനും അപ്ലോഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഡിഫറൻറ്റ് സർട്ടിഫിക്കറ്റുകൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതേസമയം ഈ ജനനത്തീയതി തെളിയിക്കാനുള്ളതും SSLC ബുക്കും അതേപോലെ നാറ്റിവിറ്റി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും കൂടെ അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റാണ് 12/3/2025 വൈകിട്ട് 5 മണി വരെ എന്ന് പറയുന്നത്. മറ്റ് ക്ലെയിമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റിസർവേഷൻ ക്ലെയിമുകൾ, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC/ST സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ്മെൻ സർട്ടിഫിക്കറ്റ്, NRI സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/3/2025 വൈകിട്ട് 5 മണി വരെയാണ്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. സിയുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2025 എന്ന് പറയുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇത് വരും. കീം 2025 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ്, അത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷനിലാണ് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഇൻഫർമേഷനും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് 10/3/2025 ലാസ്റ്റ് വന്നിരിക്കുന്നത്. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് അപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഡേറ്റ് എക്സ്റ്റെൻഡ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ സിയുടെ ഈ വെബ്സൈറ്റ് എപ്പോഴും ഈ കീം എഴുതുന്ന എല്ലാവരും, കീം എഴുതുന്നവരും ഈ വർഷം കീമിലൂടെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവരും ഈ വെബ്സൈറ്റ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഈ ചാനലിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ നൽകിക്കൊണ്ടേയിരിക്കും. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.